ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും BVK മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് പ്രമേഹ രോഗികൾക്കുള്ള ഒരു വീഡിയോയാണ്. പ്രമേഹം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പ്രമേഹം കൺട്രോൾ ചെയ്യാനുള്ളത്. അതിന് ഒരുപാട് ആളുകൾ അതിന് പ്രതികരണങ്ങൾ തന്നു. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ നല്ലതാണെന്നും അത് ഒരുപാട് ഉപകാരപ്രദമായി എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. അപ്പം ഒരുപാട് ആളുകൾക്കത് ഉപകാരപ്രദമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത് ആ വീഡിയോ ചെയ്തപ്പം ആ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അത് ഞാനും ഉപയോഗിച്ച് നോക്കി. വളരെ മാറ്റമുണ്ടാകും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറയും. അപ്പം മരുന്ന് കഴിക്കുന്നവരാണേലും മരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം അതിലേക്ക് ആ വീഡിയോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടിയത് കരിഞ്ജീരകമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അയമോദകം. ഇത് രണ്ടും 50 ഗ്രാം വീതം എടുക്കുക. അയമോദകം നമുക്ക് അങ്ങാടി മരുന്ന് കടയിലൊക്കെ ലഭിക്കും. അപ്പോൾ അയമോദകം 50 ഗ്രാം, കരിഞ്ജീരകം 50 ഗ്രാം, പിന്നെ നമുക്ക് മല്ലി 100 ഗ്രാം, ഉലുവ 100 ഗ്രാം. അപ്പോൾ ഇത് നാലും കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഒരു 6 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിത് തിളപ്പിക്കണം. തിളപ്പിച്ച് 6 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഇടേണ്ടത് 3 ടീസ്പൂൺ പൗഡറാണ് ഇടേണ്ടത്. ഇത് പൊടിച്ച പൗഡർ ഒരു 3 ടീസ്പൂണാണ് ഉപയോഗിക്കേണ്ടത്. അതിട്ട് വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ച 6 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ 6 ഗ്ലാസ് വെള്ളത്തിൽ 3 ടീസ്പൂൺ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി പൊടിച്ചത്, അയമോദകവും അതുപോലെ തന്നെ കരിഞ്ജീരകവും പിന്നെ മല്ലിയും അതുപോലെ ഉലുവയും, ഇത് നാലും കൂടി നല്ലതുപോലെ പൊടിച്ചത്, വറുത്ത് വേണം പൊടിക്കാൻ, വറുത്ത് പൊടിച്ചത് 3 ടീസ്പൂൺ 6 ഗ്ലാസ് വെള്ളത്തിൽ 3 ടീസ്പൂൺ ഇട്ട് തിളപ്പിച്ച് അത് 6 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ദിവസവും രാവിലെ ആഹാരത്തിന് ശേഷം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പിന്നെ രാത്രിയിൽ 3 നേരവും നമ്മൾ ആഹാരത്തിന് ശേഷം ഇത് ഓരോ ഗ്ലാസ് വീതം കുടിക്കുക. അപ്പോൾ നമ്മളിത് കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മുടെ ഷുഗർ ലെവൽ എത്രയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം ഇത് ഒരു 14 ദിവസം നമ്മളിത് കുടിച്ചതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാകും. അപ്പോൾ ഞാൻ ഈ വീഡിയോ അത് എങ്ങനെ പൊടിക്കുന്നതെന്നും അതൊക്കെ കാണിച്ച് കഴിയുമ്പോൾ ഒരുപാട് സമയമാകും. അപ്പം ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് കാര്യം പറഞ്ഞാൽ പോരെ, അപ്പോൾ അത് ഡെമോ ഒക്കെ കാണിച്ച് ഒരുപാട് സമയം കളയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് പലരും കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നില്ല, കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മളിത് മരുന്ന് കഴിക്കുന്നവരും മരുന്ന് കഴിക്കാത്തവരും ആയ ആർക്കാണേലും ഇത് ഉപയോഗിക്കാം. പക്ഷേ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ 5 ദിവസം നമ്മൾ കഴിച്ചു, 5 ദിവസം കഴിച്ചതിന് ശേഷം നമുക്കിത് കുറവാകുമ്പോൾ നമ്മൾ ഇനി കഴിക്കണ്ട എന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും പ്രമേഹം പോകത്തില്ല. പ്രമേഹം വീണ്ടും വരും. പ്രമേഹം ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയത്തില്ല, കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം.
അപ്പം 14 ദിവസം കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ടും മനസ്സിലാകും. ഞാനും ഇത് പരീക്ഷിച്ച് നോക്കി, അതുകൊണ്ട് അത് പ്രത്യേകം ഓർക്കുക. 14 ദിവസം കഴിക്കുക, 14 ദിവസത്തിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യുക. അത് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷുഗർ ലെവൽ എത്രയാണെന്നുള്ളതൊന്ന് പ്രത്യേകം നോക്കണം, എന്നിട്ട് വേണം കഴിക്കാൻ തുടങ്ങാൻ. മരുന്ന് ഉപയോഗിക്കുന്നവർക്കാണേലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഇനി പ്രമേഹം പെട്ടെന്ന് നോക്കിയപ്പം പ്രമേഹം ഉണ്ടെന്ന് അറിഞ്ഞവർക്കാണെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതിന് ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ, അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എന്തായാലും ഇത് കുറവുണ്ടാകും. പിന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് പഥ്യങ്ങളൊന്നുമില്ല. പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ മധുര പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കുക. നമുക്ക് ചോറോ ചപ്പാത്തിയോ സാധാരണ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും തുടർന്നും കഴിക്കാൻ കുഴപ്പമില്ല. ഇത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. പഞ്ചസാരയും അതുപോലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ആയ നമ്മുടെ ലഡുവും ചോക്ലേറ്റും അങ്ങനെയുള്ള മധുരപദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിക്കുക. വേറെ എല്ലാം നിങ്ങൾക്ക് സാധാരണ കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാം. നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കുക, റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ വീഡിയോകളുമായിട്ട്, ഇത്തരം വീഡിയോകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.